നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരുടെ നിലപാടെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കപട നിലപാടിനെ ചൂണ്ടിക്കാണിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് UDFന്റേതെന്നും VD സതീശൻ. CPM മതസാമുദായിക സംഘടനകളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം കർമ്മം കൂടി നോക്കണമെന്ന് KC വേണുഗോപാൽ MP. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും KC. CPM പ്രവർത്തകൻ ചിറ്റാരിപ്പറമ്പിലെ ഓണിയൻ പ്രേമനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വിധി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടേത്. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷത്തിന് ഒക്ടോബർ 5 കൊടിയേറും. കൊടിയേറ്റം റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കരക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരുടെ നിലപാടെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കപട നിലപാടിനെ ചൂണ്ടിക്കാണിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് UDFന്റേതെന്നും VD സതീശൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കപട നിലപാടിനെ ചൂണ്ടിക്കാണിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് UDFന്റേത്. CPIM പച്ചയ്ക്കുള്ള വർഗീയതയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിണറായിക്ക് പറ്റിയ കൂട്ടുകാരൻ യോഗി ആദിത്യനാഥാണെന്നും VD സതീശൻ പറഞ്ഞു. NSSും SNDPയുമായി ഒരു തർക്കവുമില്ല. അവരുടെ സമദൂര സിദ്ധാന്തത്തിൽ ഞങ്ങളെന്തിന് അസ്വസ്ഥരാകണമെന്നും VD സതീശൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. NSSനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് അവർക്ക് എന്ത് തീരുമാനമാണ് എടുക്കുക, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങളുടെ കയ്യിൽ യാതൊരു പരാതിയും. ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ്. ഞങ്ങൾ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് മറുപടി പറയാൻ ആവശ്യപ്പെട്ടത്. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ ഈ 10ാമത്തെ വർഷം എവിടെ നിന്നാണ് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ഉണ്ടായത്? ചോദ്യമല്ലേ? ശബരിമലയിൽ ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. ആ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാവും. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ NSS പ്രവർത്തകർക്ക് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തിരിക്കുന്നത്. ആ കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഒറ്റ കേസും പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ പിൻവലിച്ച് ആത്മാർത്ഥത തെളിയിക്കാമോ സർക്കാർ? അയ്യപ്പ സംഗമത്തിന് മുമ്പ് ആ കേസുകൾ പിൻവലിക്കണ്ടേ? ചെയ്തില്ല. പിന്നെ 10ാമത്തെ വർഷമാണ് മാസ്റ്റർ പ്ലാൻ. 9 വർഷം ചെറുവിരൽ അനക്കിയില്ല ശബരിമലയുടെ വികസനത്തിന് വേണ്ടി. 10ാമത്തെ വർഷം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്ന കപട ഭക്തി പരിവേഷക്കാരെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ ദൌത്യം, ഞാൻ അടിവരയിട്ട് പറയുന്നു, പൊളിറ്റിക്കൽ മിഷൻ ആണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾ കൂടിയാലോചനകൾ പ്രകാരം ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഗവൺമെന്റ് ഭക്തജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പൊയ്മുഖം വലിച്ചു മാറ്റി ആ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക്. മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞുപോയ INLന്റെ കൂടെ നിർത്തിയാണ് ഗോവിന്ദൻ വർത്തമാനം പറയുന്നത്. കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാനാണ് CPIM ശ്രമിക്കുന്നത്. അതിന് വേറെ ആളെ നോക്കണം. CPIM ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും പ്രീണിപ്പിക്കുന്നു. CPIMന് ആരോടും ആത്മാർത്ഥതയില്ലെന്നും VD സതീശൻ പറഞ്ഞു. CPM മതസാമുദായിക സംഘടനകളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം കർമ്മം കൂടി നോക്കണമെന്ന് KC വേണുഗോപാൽ MP. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സ്വന്തം കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക. ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല. ഇതെല്ലാം ചെയ്തത് CPMും ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ട് മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയാനാഗ്രഹിക്കുന്നത്. SIR ഇന്ത്യാ തലത്തിലെല്ലാം കോൺഗ്രസും CPMും ഇന്ത്യ കക്ഷികളെല്ലാം എതിർക്കുന്ന ഒന്നാണ് SIR. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത്.
അതിൽ പ്രതികരിക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ. കേരളത്തിലെ ഇന്ത്യയിലത്തെ എല്ലാ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട്. SIR പ്രതികരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ, നമ്മുടെ കേരള മുഖ്യമന്ത്രി. അവരുടെ പാർട്ടി പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ ഉറപ്പിച്ച് പറയാം. പക്ഷേ മറ്റു മുഖ്യമന്ത്രിമാർ, സ്റ്റാലിനായാലും ഹേമന്ത് സോറനായാലും മമതാ ബാനർജി ആയാലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായാലും അവരെല്ലാം ഇതിൻ്റെ സമരത്തിൽ മുന്നോട്ട് വന്നവരാണ്. SIR-നെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിലൊന്നും ഒരക്ഷരം മിണ്ടാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ കേരളത്തിൻ്റെ SIR-ൻ്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയുന്നതിൻ്റെ വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. SIR-നെ എല്ലാവരും എതിർക്കുന്നു, അതിനെ എതിർക്കാത്തയാളാണ് മുഖ്യമന്ത്രിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് KPCC പ്രസിഡന്റിനോട് ചോദിക്കണമെന്നായിരുന്നു മറുപടി. ആലപ്പുഴയിലെ എയിംസ് വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമാണ് അത് സ്വാഗതാർഹമാണെന്നും അതിന് എല്ലാ പിന്തുണയും കൊടുക്കുമെന്നും ആവശ്യമായ സ്ഥലം അവിടെയുണ്ടെന്നും ആലപ്പുഴയിൽ ആരോഗ്യ സൗകര്യങ്ങൾ കുറവാണെന്നും ഇക്കാര്യം സുരേഷ് ഗോപി ശക്തമായി ഉയർത്തണമെന്നും KC വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. CPM പ്രവർത്തകൻ ചിറ്റാരിപ്പറമ്പ് ചുണ്ടയിലെ ഓണിയൻ പ്രേമനെ രാഷ്ട്രീയ വിരോധത്തിൽ ചിറ്റാരിപ്പറമ്പ് ടൗണിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വിചാരണ നേരിട്ട 9 BJP സംഘപരിവാർ പ്രവർത്തകരെയാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. 2015 ഫെബ്രുവരി 25 ബുധനാഴ്ച രാത്രി 9ഓടെയാണ് കാറിലും ബൈക്കിലുമെത്തിയ 10 BJP RSS പ്രവർത്തകർ പ്രേമനെ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പ്രേമൻ ചികിത്സയ്ക്കിടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. കണ്ണവത്തെ CM സജേഷ്, പുറക്കളത്തെ KV ശ്യാമപ്രസാദ്, കോളയാട്ടെ T പ്രജീഷ്, ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ണവത്തെ നിശാന്ത്, പണിയോടൻ വീട്ടിൽ P ലിജിൻ, ബിനീഷ് ഭവനിൽ മണപ്പാട്ടി വിനീഷ്, കളരിക്കൽ വീട്ടിൽ C രജീഷ്, കണ്ണവൻ തൈക്കണ്ടി വീട്ടിൽ N നിജിൽ, പാറേമ്മൽ വീട്ടിൽ മജയ് രമേശ്, രഞ്ജിത്ത് നിവാസിൽ CV രഞ്ജിത്ത് എന്നിവരെയാണ് വെറുതെ വിട്ടത്. രണ്ടാം പ്രതിയായ K ശ്യാമപ്രസാദ് പിന്നീട് കൊല്ലപ്പെട്ടിരുന്നു. പ്രേമൻ ആക്രമിക്കപ്പെട്ടതിന്റെ തലേന്നാൾ ചക്കരക്കല്ലിൽ CPM ഓഫീസ് ആക്രമിക്കപ്പെട്ടിരുന്നു. ഓഫീസിൽ കിടന്നുറങ്ങുകയായിരുന്ന 2 പേരെ അന്ന് അക്രമി സംഘം വെട്ടി പരിക്കേൽപ്പിക്കുകയുമുണ്ടായി. തുടർന്ന് മുതുകുറ്റിയിൽ BJP പ്രാദേശിക നേതാവിനും വെട്ടേറ്റു. സംഘർഷം വ്യാപിക്കുന്നതിനിടയിലാണ് CPM ചുണ്ട ബ്രാഞ്ച് അംഗമായ പ്രേമനെ ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ തടഞ്ഞുവെച്ച് ക്രൂരമായി ഒരു സംഘം ആക്രമിച്ചത്. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷത്തിന് ഒക്ടോബർ 5 കൊടിയേറും. രാവിലെ 11:30 കൊടിയേറ്റ കർമ്മം നടക്കുമെന്ന് ബസലിക്ക റെക്ടർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ കരക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും തിരുനാൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം 5-ാം തീയതിയാണ്. അവസാനിക്കുന്നത് ഒക്ടോബർ മാസം 22-ാം തീയതി. പ്രധാന തിരുനാൾ ദിനങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഒക്ടോബർ മാസം 14, 15 തീയതികളാണ്. 15-ാം തീയതിയാണ് അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിനം. 14-ാം തീയതി ജാഗരമായിട്ട് വൈകുന്നേരം 6 മണിക്കുള്ള കുർബാനയും അതിനുശേഷം ആഘോഷമായിട്ടുള്ള നഗരപ്രദക്ഷിണവും അന്നേ ദിവസം തന്നെ, അതായത് 15-ാം തീയതി വെളുപ്പിന് ഏകദേശം ഒരു 1 മണി മുതൽ ഉള്ള ഉരുൾ നേർച്ചയുമാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത. 5 രാവിലെ 11:30 റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കരക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും. തുടർന്ന് 12 അൾത്താരയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വികാരി പൊതുവണക്കത്തിനായി ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തീർത്ഥാടകർക്ക് തിരുസ്വരൂപത്തിൽ പൂമാലകൾ അർപ്പിക്കുവാനും മെഴുകുതിരി തെളിയിക്കാനും സൗകര്യമുണ്ടാകും. വൈകിട്ട് 6 ഡോക്ടർ ജെറോം ചിങ്ങന്തറയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും നൊവേനയും ഉണ്ടാകും. 18 ദിവസം നീണ്ടുനിൽക്കുന്ന തിരുനാളാഘോഷം 22 ഉച്ചകഴിഞ്ഞ് സമാപിക്കും. 14 ചൊവ്വാഴ്ചയും 15 ബുധനാഴ്ചയും തിരുനാളാഘോഷത്തിന്റെ പ്രധാന ദിവസങ്ങളാണ്. 14 തിരുനാൾ ജാഗര ദിനത്തിൽ രാവിലെ 7-നും 9-നും ഫാദർ വിമൽ ഫ്രാൻസിസ് ദിവ്യബലി അർപ്പിക്കും. വൈകിട്ട് 5:30 കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ റവറൻ മോൺ ജെൻസൺ പുത്തൻ വീട്ടിൽ ദിവ്യബലി അർപ്പിക്കും. രാത്രി അലങ്കരിച്ച തേരിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരപ്രദക്ഷിണം 15 ബുധനാഴ്ച തിരുനാൾ ദിനത്തിലെ പുലർച്ചെ 1 മുതൽ രാവിലെ 6 വരെ ഭക്തരുടെ നേർച്ചയായ ശയനപ്രദക്ഷിണം,
രാവിലെ 10:30 നടക്കുന്ന ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത മെത്രോപൊലിത്ത റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5 മേരിമാത കമ്മ്യൂണിറ്റി ഹാളിൽ സ്നേഹസംഗമം നടക്കും. തീർത്ഥാടകർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മാഹി കോളേജ് ഗ്രൗണ്ടിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുർബാന നിയോഗം നൽകുന്നതിനും അടിമ വയ്ക്കുന്നതിനും നേർച്ചകൾ സമർപ്പിക്കുന്നതിനും കുമ്പസാരത്തിനും എല്ലാ ദിവസവും സൗകര്യമുണ്ടായിരിക്കും. തിരുനാൾ ആഘോഷത്തിന് റക്ടർ സെബാസ്റ്റ്യൻ കാരക്കാട്ട്, സഹവികാരിമാരായ ഫാദർ ബിനോയ് അബ്രഹാം, ഫാദർ ബിബിൻ ബെനറ്റ്, പാരിഷ് കൗൺസിൽ, തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. ബസിലിക്കയിൽ പുതുതായി നിർമ്മിച്ച നിത്യാരാധന ചാപ്പൽ വെഞ്ചരിപ്പ് സമർപ്പണം ഈ മാസം 28 ഞായറാഴ്ച രാവിലെ 9 കോഴിക്കോട് അതിരൂപത മെത്രോപൊലിത്ത റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ കാർമ്മികത്വത്തിൽ നടക്കുമെന്നും ബസിലിക്ക റക്ടർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം അത് മറ്റൊരു പ്രത്യേകതയുള്ളത്, തിരുനാൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബസിലിക്ക ഇതിൻ്റെ 2ാം വർഷത്തിൽ ഈ ദേവാലയത്തിന് മറ്റൊരു ചെറിയൊരു ചാപ്പൽ കൂടി, നിത്യാരാധന ചാപ്പൽ കൂടി ആരംഭം കുറിച്ചിരിക്കുകയാണ്. പണിതും അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തുന്നത് ഈ 28-ാം തീയതിയാണ്. ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച 9 മണിക്ക് ആണ് ദിവ്യബലി, അതിനുശേഷം വെഞ്ചരിപ്പ് കർമ്മം. ഇതോടൊപ്പം തന്നെ ഈ വർഷം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോട് രൂപതയ്ക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോഴിക്കോട് രൂപത അതിരൂപതയെ ഉയർത്തപ്പെടുകയും എൻ്റെ സാരഥി അഭിബന്ധി വർഗീസ് ചക്കാലക്കൽ പിതാവ് ആദ്യത്തെ മെത്രാപ്പോലിത്തയാവുകയും ചെയ്തു. അന്ന് രാവിലെ 9 ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടക്കും. റക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട്, ബെറ്റി ഫെർണാണ്ടസ്, ഫാദർ ബിബിൻ ബെനറ്റ്, കെ.ഇ. നിക്സൺ, ആന്റണി റോമി, ജോൺസൺ കൊട്ടാരത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തലശ്ശേരിയിൽ പിരിവിനായി വന്നയാൾ കടയിൽ നിന്നും ജീവനക്കാരിയുടെ 80,000-ഓളം രൂപ വില വരുന്ന ഐഫോൺ കവർന്നതായി പരാതി. MM റോഡിലെ സലാബ് ബോട്ടിക് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരി ഷസന ഫാത്തിമയാണ് പരാതിക്കാരി. സ്ഥാപനത്തിലെത്തിയ ആൾ ഫോൺ കവരുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തലശ്ശേരി നഗരമധ്യത്തിൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും യുവതിയുടെ ഐഫോൺ കവർന്നതായി പരാതി. MM റോഡിലെ സലാബോട്ടിക് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരി ഷസന ഫാത്തിമയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 11:30-ഓടെയാണ് സംഭവം. 80,000 രൂപ വില വരുന്ന ഫോണാണ് കവർന്നത്. കടയിൽ പിരിവിനായി എത്തിയ ആൾ തന്ത്രപരമായി ഫോൺ കവരുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പോലീസ് തൊട്ടടുത്ത സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാൾ കണ്ണൂരിൽ സമാനമായ തട്ടിപ്പ് നടത്തിയതായും സൂചനയുണ്ട്. മൊബൈൽ ഷോപ്പ് ഉടമകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ പോലീസ് അപരിചിതരിൽ നിന്നും മൊബൈൽ ഫോണുകൾ വാങ്ങരുതെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. NSSുമായി UDFന് ഒരു തർക്കവുമില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകും. NSS എല്ലാ കാലവും സ്വീകരിച്ചത് സമദൂര നിലപാടാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അവരുടെ അഭിപ്രായങ്ങൾ പലതും പറയും. പക്ഷേ NSSുമായി ഞങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ തർക്കങ്ങളും അവരുമായിട്ടില്ല. എന്തായാലും അവരുമായി പല കാര്യങ്ങൾക്കും ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോകും. അവരെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിലാണ് NSS ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അത് മുൻകാലങ്ങളിലും അവർ അതേ നിലപാടുകൾ തന്നെ സ്വീകരിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് NSSുമായി ഞങ്ങൾക്കൊരു തർക്കമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു തർക്കവും ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ സമദൂര സിദ്ധാന്തം എന്നുള്ള നിലയിൽ തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അവരിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
UDFന് അനുകൂലമായ തീരുമാനം NSSൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. SNDPയുടെ അഭിപ്രായങ്ങൾ മാറിക്കൂടുന്നില്ലെന്നും സമയമുണ്ടല്ലോ നോക്കാം എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഷാഫി പറമ്പിലിനെതിരായുള്ള CPIMന്റെ അധിക്ഷേപത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആക്ഷേപം ഉന്നയിക്കുന്നവർ ഇതെല്ലാം തങ്ങളിലേക്കും വരുമെന്നും മനസ്സിലാക്കണം. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആശ്വാസകരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂമാഹിയിലെ ബോട്ട് ജെട്ടി ഉടൻ ആരംഭിച്ച് മയ്യഴി പുഴയോര ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ന്യൂമാഹി ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ജനകീയ പങ്കാളിത്തത്തോടെയും സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിലുമാണ് ന്യൂമാഹി പഞ്ചായത്തിൽ വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കി. ന്യൂമാഹി ടൗണിലെയും പഞ്ചായത്തിലെ മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലുമാണ് സൗന്ദര്യവൽക്കരണം നടത്തിയത്. ഇതിന്റെ ഉദ്ഘാടനമാണ് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിച്ചത്. ന്യൂമാഹിയിലെ ബോട്ട് ജെട്ടി ഉടൻ ആരംഭിച്ച് മയ്യഴി പുഴയോര ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പറഞ്ഞു. ചൊക്ലി പഞ്ചായത്തിന്റെ ഭാഗമായ പാത്തിക്കൽ കക്കടവ് ബോട്ട് ജെട്ടി കോർത്തിണക്കിക്കൊണ്ട് ബോട്ട് സവാരി ആരംഭിക്കാനായി സ്വകാര്യ സംരംഭകരെ സ്വാഗതം ചെയ്യുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു. സ്വകാര്യ സംരംഭകന്മാരെ ഞങ്ങൾ തുറന്ന് സ്വാഗതം ചെയ്യുന്നു. ഈ ബോട്ട് ജെട്ടി ഓപ്പറേറ്റ് ചെയ്യാൻ ബോട്ട് അതും കൂടെ ഞങ്ങൾ നൽകാം. ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ, കാരണം ബോട്ട് ജെട്ടി ഞങ്ങൾ നിർമ്മിച്ചു. എന്താ നടക്കുന്നത്? വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ കിടക്കുന്ന ആളല്ല അവിടെ പോയി കിടക്കും. ഈ സാമൂഹിക വിരുദ്ധയുടെ കേന്ദ്രം ഇത് മാറുകയാണ്. അതുകൊണ്ട് ന്യൂമാഹിയിലെ ബോട്ട് ജെട്ടി നമുക്ക് വളരെ പെട്ടെന്ന് പ്രവർത്തന പദ്ധതിയിലെത്തിക്കണം. ഇത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് ചൊക്ലിയിലെ കക്കടവ്, പാത്തിക്കൽ, ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ബോട്ട് സവാരി കുതകുന്ന രീതിയിലേക്ക് അത് ക്രമീകരിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ക്രമീകരിക്കാൻ ഞങ്ങൾ ആലോചിക്കുമ്പം സ്വകാര്യ സംരംഭകന്മാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആരാണ് തയ്യാറ്? അവര് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, തമീമുണ്ട്. ഇവരുമായി ബന്ധപ്പെടുക, ഞങ്ങളിലേക്ക് എത്താൻ. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ പാർട്ണർഷിപ്പ് മോഡലിലൂടെ ന്യൂമാഹി ടൗൺ ബസ് സ്റ്റോപ്പ് നവീകരിക്കുകയും മാഹിപ്പാലത്തും മയ്യഴിപ്പുഴയത്തും ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തത് തികച്ചും മാതൃകാപരമാണെന്നും സ്പീക്കർ പറഞ്ഞു. പല പല കാരണങ്ങൾ കൊണ്ടും ഈ ടൗണിനെ വേണ്ടത്ര ബ്യൂട്ടിഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷേ ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻകൈയിൽ PPP മോഡലാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ആ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഇന്ന് ഈ നഗരം പൂർണ്ണമായും ബ്യൂട്ടിഫൈ ചെയ്തിട്ടുള്ളത്, ഈ ടൗൺ. അതിന് മുൻകൈയെടുത്ത ഗ്രാമപഞ്ചായത്തിനെയും അതിൻ്റെ ഭാരവാഹികളെയും സെക്രട്ടറിയെയും ഇതിനെ പിന്തുണച്ച എല്ലാ ജനങ്ങളോടും തലശ്ശേരി MLA എന്നുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം ന്യൂമാഹി ടൗൺ ഏറ്റവും പെട്ടെന്ന് തന്നെ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൂർണ്ണമായും ലൈറ്റുകൾ ആവശ്യവുമാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിളക്കുകൾ കത്തിക്കാൻ പലപ്പോഴും സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് സാധിക്കില്ല. അവിടെയാണ് PPP മോഡലിലൂടെ ഈ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കുന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. അതിന് ചില സംരംഭകർ മുന്നോട്ട് വരികയും ഇവിടുത്തെ തന്നെ പഞ്ചായത്തിലെ ചെറുപ്പക്കാരൻ അതിന് മുൻകൈ എടുക്കുകയും ചെയ്തു. ഏതായാലും ഇത് മാതൃകാപരമാണ്. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ, വാർഡംഗം VK മുഹമ്മദ് തമീം, പഞ്ചായത്ത് സെക്രട്ടറി KA ലസിത തുടങ്ങിയവർ സംസാരിച്ചു. KK രാജീവൻ പഠന കേന്ദ്രം പാനൂരിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പൻ സ്മൃതി സദസ്സ് പാനൂർ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. DYFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കുടി പുഷ്പിന്റെ 1ാം രക്തസാക്ഷിത്വ വാർഷികത്തിന്റെ ദിനാചരണത്തോടനുബന്ധിച്ച് KK രാജീവൻ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സഹനസൂര്യൻ സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി DYFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് തന്നെ ഇങ്ങനെ യുവാക്കളുടെ ഒരു സമരവും അനുബന്ധമായി കൂത്തുപറമ്പിൽ ഉണ്ടായതുപോലെ രക്തസാക്ഷിത്വത്തിന്റെ ഒരു ചരിത്രവും ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ്. സമരങ്ങളിൽ വെടിവെപ്പുണ്ടായിട്ടുണ്ടാവും, ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ വളരെ പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ വളരെ പരിപക്വമാണ് ജനാധിപത്യ സമ്പ്രദായം
എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കാലത്ത് കയ്യിൽ ഒരു മാരകായുധങ്ങളുമില്ലാതെ സ്വന്തം പ്രതിഷേധം ഭരിക്കുന്നവരെ അറിയിക്കാൻ കരിങ്കൊടികളുമായി മുദ്രാവാക്യം വിളിച്ചെത്തിയവരുടെ നേർക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ വെടിവെപ്പ് നടത്തി മനുഷ്യർ എന്ന പരിഗണന പോലുമില്ലാതെ വെടിവെച്ചു കൊന്നൊരു സംഭവം ലോകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന സംശയമാണ്. ആ സംഭവം കഴിഞ്ഞ് ഈ നവംബർ 25-ന് 31 കൊല്ലമാകും. ഞങ്ങള് പുഷ്പന്റെ വീട്ടിൽ പോയി. പുഷ്പനില്ല, പുഷ്പന്റെ കട്ടിൽ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അപ്പൊ അവിടെ പുഷ്പന്റെ സഹോദരനൊക്കെ ആയിട്ട് സംസാരിച്ചു. കെ സുധീർ കുമാർ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ, ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, പാനൂർ ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം കെ കുഞ്ഞബ്ദുള്ള, MP ബൈജു N അനൂപ് എന്നിവർ സംസാരിച്ചു. A രാഘവൻ സ്വാഗതം പറഞ്ഞു. 67ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള സംസ്ഥാന വോളിബോൾ ടൂർണമെന്റിൽ തൃശൂരിനെ വിജയകിരീടമണിയിച്ച കോച്ച് തൈക്കോടൻ ജോഫി ജോർജ് ഇനി ഓർമ്മ. മീത്തലച്ചമ്പാട് നടന്ന സംസ്ഥാന അണ്ടർ-19 വോളിബോൾ മത്സരത്തിൽ തൃശൂർ ജേതാക്കളായതിന്റെ ആഹ്ലാദാരവങ്ങൾ തൃശൂരിൽ ആരംഭിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിത വിടവാങ്ങൽ. ടൂർണമെന്റിലുടനീളം മീത്തലച്ചമ്പാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ജോഫി. അപ്രതീക്ഷിത വേർപാട് കളിപ്രേമികൾക്കെന്ന പോലെ ചെമ്പാട്ടുകാർക്കും വിശ്വസിക്കാനായില്ല. മുതൽ അണ്ടർ-19 സംസ്ഥാന വോളിബോൾ ടൂർണമെന്റ് ആരംഭിച്ചപ്പോൾ മുതൽ ജോഫി ജോർജ് ടീമിനൊപ്പം ചെമ്പാട്ടു ഉണ്ടായിരുന്നു. ജോഫിയുടെ മികച്ച പരിശീലനത്തിലൂടെ ആർജിച്ച കളി മികവിലൂടെ ഇടുക്കിയെ തോൽപ്പിച്ച തൃശൂർ ക്വാർട്ടറിൽ കോഴിക്കോടിനെയും സെമിയിൽ കാസർഗോഡിനെയും ഫൈനലിൽ തിരുവനന്തപുരത്തെയും പരാജയപ്പെടുത്തി തോൽവി അറിയാതെയാണ് കിരീടമണിഞ്ഞത്. തുടർന്ന് കിരീടം ഏറ്റുവാങ്ങിയ ജോഫിയും ടീമും ചെമ്പാടിന്റെ സ്നേഹാദരവും ഏറ്റുവാങ്ങി രാത്രിയോടെയാണ് തൃശൂരിലേക്ക് മടങ്ങിയത്. രാവിലെ വീട്ടിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെണ്ടൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജോഫിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ നാട്ടിലെത്തിയ കാര്യം വിളിച്ചറിയിച്ചിരുന്നുവെന്നും പിന്നീട് മരണവാർത്ത കേട്ട് ഞെട്ടിത്തരിച്ചെന്നും ടൂർണമെന്റ് വർക്കിംഗ് കമ്മിറ്റി കൺവീനർ കെ ഷാജി പറഞ്ഞു. മരണത്തെ തുടർന്ന് വെള്ളിയാഴ്ച നടന്ന വനിതാ വോളി മത്സരങ്ങൾ ജോഫി ജോർജിന് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ആരംഭിച്ചത്. ജോഫി ജോർജ് തെക്കൂടൻ എന്നറിയപ്പെടുന്ന സാർ നമ്മളെ അല്പ സമയം മുൻപ് വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തെ നമ്മളേറെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് അല്പ സമയം അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകും. അദ്ദേഹത്തിന് വേണ്ടി ഈ ചാമ്പ്യൻഷിപ്പ് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്ന KCK ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെമ്പാടിന്റെയും വിദ്യാഭ്യാസ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചന രേഖപ്പെടുത്തിയിരിക്കുന്നു. സമയം എല്ലാവരും അദ്ദേഹത്തിന് ബഹുമാനം പ്രാർത്ഥിക്കുന്നു. തൃശൂർ റെഡ്ലാൻഡ്സ് വോളി അക്കാദമി പരിശീലകൻ, തൃശൂർ ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി അംഗം, കേരള സംസ്ഥാന വോളി ടെക്നിക്കൽ കമ്മിറ്റി അംഗം എന്നിങ്ങനെ വോളിബോൾ രംഗത്ത് സജീവമായിരുന്നു. ഭാര്യ മേഴ്സി ജോഫി മുൻ ഇന്റർനാഷണൽ വോളി താരമാണ്. ജോയ് ജോഫി, ജോഫ്ന ജോഫി എന്നിവർ മക്കളാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ
കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി, വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE, ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായ് വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളി യൂണിയൻ തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ഓഫീസ് പരിസരത്ത് ധർണയും നടത്തി. ധർണാ സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. BD സിഗാർ നിയമം പുനഃസ്ഥാപിക്കുക, മുഴുവൻ തൊഴിലാളികൾക്കും പ്രൊവിഡന്റ് ഫണ്ട് ബാധകമാക്കുക, കൈത്തൊഴിലായതിനാൽ BD മേഖലയെ GSTയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BD തൊഴിലാളി യൂണിയൻ തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്.
പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പ്രകടനമായെത്തിയാണ് ധർണ നടത്തിയത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ മിനിമം കൂലി പ്രഖ്യാപിച്ചാൽ രാജ്യത്തിനകത്താകമാനം തന്നെ കൂലി. പക്ഷേ നമ്മൾ ആരും ഇപ്പൊ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് താല്പര്യമുണ്ടോ? ഇല്ല. നേരത്തെ ഭരിച്ച കോൺഗ്രസിന് താല്പര്യമുണ്ടോ? 71 കൊല്ലമായി രാജ്യത്തിനകത്തിലെ ബീഡി തൊഴിലാളികൾ ഈ ആവശ്യം ഉന്നയിക്കുന്നു. ബീഡി മേഖലക്കകത്ത് ഒരു ദേശീയ മിനിമം കൂലി പ്രഖ്യാപിക്കണം. 71 വർഷമായിട്ട് സമരം നടത്തുകയാണ്. 71 വർഷമായിട്ടും നേരത്തെ ഭരിച്ച കോൺഗ്രസും ഇപ്പൊ ഭരിക്കുന്ന BJP കണ്ണു തുറന്നിട്ടില്ല, കാത് കേൾക്കുന്നില്ല, നിങ്ങളെ മുറവിളി കേൾക്കുന്നില്ല. നിങ്ങളെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് നേരത്തെ കോൺഗ്രസും ഇപ്പോഴത്തെ BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് MK കനകവല്ലി അധ്യക്ഷയായി. TP ശ്രീധരൻ സ്വാഗതവും U ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. ഫ്രീ സോഫ്റ്റ്വെയർ വാരാചരണത്തിന്റെ ഭാഗമായി മൊകേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ കാര്യാട്ടുപുറം ശിശുമിത്ര ബഡ് സ്കൂൾ സന്ദർശനം നടത്തി. ലിറ്റിൽ കൈറ്റ്സ് പാഠ്യപദ്ധതിയിലൂടെ പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ ഭിന്നശേഷി കുട്ടികളെ ലളിതമായ രീതിയിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി നൽകി. കോംബ്രി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ലളിതമായ പ്രവർത്തനങ്ങളിലൂടെ അക്ഷരബോധവും സംഖ്യാബോധവും കുട്ടികൾ ഉറപ്പിക്കുവാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കുട്ടിപ്പട്ടങ്ങൾ നടത്തിയത്. ഗണിത രൂപങ്ങളെക്കുറിച്ചുള്ള ധാരണ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചു. വ്യത്യസ്ത പ്രായത്തിലുള്ള 30 പേരാണ് മിത്രയിൽ വിദ്യാർത്ഥികളായുള്ളത്. സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അധ്യാപികയായ ഹൈമയാണ്. കൈറ്റ് മെന്റർമാരായ K. പവിത്രൻ, N. നമിത എന്നിവരും ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളായ സായ S. ശ്യാം, ആരിഷ R. ഷാജി, L. കൃഷ്ണവരദ്, K. ദേവദർശ് ചന്ദ്, T. ശാന്തനു, ദിയ കൃഷ്ണ, സാൻവി JS എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. SYS തിരുനബി ജീവിത പഠന സംഗമം ഞായറാഴ്ച മാഹിപ്പാലം അഴീക്കൽ റോഡിൽ നടക്കും. പ്രവാചകന്റെ ജീവിത പഠനം സംഘടനാ പ്രവർത്തകർക്കൊപ്പം പൊതുസമൂഹത്തിനും പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് സംഗമ പരിപാടി നടത്തുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി സോണിൻ്റേത് സെപ്റ്റംബർ 28 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ മാഹിപ്പാലം അഴീക്കൽ റോഡിൽ പ്രത്യേക സജ്ജമാക്കിയ മഹബ്ബ സ്ക്വയറിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. പ്രവാചകന്റെ ജീവിത പഠനവും അത് പൊതുസമൂഹത്തിലേക്കും പ്രവർത്തകരിലേക്കും കൂടുതലായി എത്തിക്കുക എന്നുള്ള ഒരു വിഷയമാണ് ഇതിലൂടെ നാം നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഒരു വർഷം നീണ്ടു നടക്കുന്ന രൂപത്തിൽ നടത്തി വരികയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് തിരുനബി സ്നേഹ പഠന സംഘവും സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ ജീവിത പഠനം സംഘടനാ പ്രവർത്തകർക്കൊപ്പം പൊതുസമൂഹത്തിനും പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് സംഗമ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ സമസ്ത ജില്ലാ സെക്രട്ടറി അഷ്റഫ് സഖാഫി കടവത്തൂർ സംഗമം ഉദ്ഘാടനം ചെയ്യും. സ്വാദിഖ് വെളിമുക്ക്, അബ്ദുൾ മജീദ് അറിയല്ലൂർ, K. അബ്ദുള്ള റഷീദ് നരിക്കോട്, K. അബ്ദുൾ കലാം, ഇബ്രാഹിം സഖാഫി താത്തൂർ തുടങ്ങിയ പണ്ഡിതന്മാർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. സംഘടനയുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 300ഓളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ജില്ലയിൽ സംഘടിപ്പിക്കുന്ന 3 സംഗമങ്ങളുടെ തുടക്കമാണ് മാഹിയിലേതെന്ന് സംഘാടകർ പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 4-ന് പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്ന വിഷയത്തിൽ നടത്തുന്ന സെമിനാറിൽ ഫിർദൌസ് സുറൈജി, CRK മുഹമ്മദ്, കാസിം ഇരിക്കൂർ, ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദ എന്നിവർ സംസാരിക്കും. പൊതുജനങ്ങൾക്കും പ്രവേശനം നൽകും. വൈകിട്ട് 7:30-ന് ഗ്രാൻഡ് മൗലീദും കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ധാരിമിയുടെ മദ്ഹു റസൂൽ പ്രഭാഷണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ നാസർ മുസ്ലിയാർ, MV മുഹമ്മദ് ഫൈസൽ, MM അൻഷാഫ്, അബ്ദുൾ മന്നാൻ ഹാജി എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി നഗരസഭയുടെ ഭാഗമായി സ്വച്ഛതാ ഹി സേവ 2025 സ്വച്ഛോത്സവ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. VR കൃഷ്ണയ്യ സ്മാരക നഗരസഭാ സ്റ്റേഡിയത്തിൽ ദീപം തെളിയിക്കലും നടന്നു. ലോഗോ റീക്രിയേഷൻ, നാട്യമൊളിയിൽ നട അവതരിപ്പിച്ച നൃത്തശില്പം എന്നിവയും നടന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാഹിറ, ക്ലീൻ സിറ്റി മാനേജർ സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി.
ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരും പങ്കെടുത്തു. കിളികുളം ഫിലിംസിന്റെ ബാനറിൽ സജീവ് കിളികുളം രചനയും സംഗീതവും സംവിധാനവും നിർവഹിച്ച രുദ്ര ചലച്ചിത്രത്തിന്റെ പ്രൊമോഷൻ പാട്യം കൂറ്റേരിപ്പൊയിൽ ജ്ഞാനപ്രകാശിനി വായനശാല ഹാളിൽ നടന്നു. പ്രമുഖ പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. കിളികുളം ഫിലിംസിന്റെ ബാനറിൽ സജീവ് കിളികുളം രചനയും സംഗീതവും സംവിധാനവും നിർവഹിച്ച രുദ്ര എന്ന ചലച്ചിത്രത്തിന്റെ പ്രൊമോഷൻ പാട്യം കൂറ്റേരിപ്പൊയിൽ ജ്ഞാനപ്രകാശിനി വായനശാല ഹാളിലാണ് നടന്നത്. പ്രമുഖ പ്രഭാഷകൻ സന്തോഷ് ഇല്ലോളിൽ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ സിനിമയുടെ പ്രൊമോഷൻ നിങ്ങളിലേക്ക് വരുന്നതിന് നിങ്ങളുടെ ഹൃദയം വളരെ ഭദ്രമായി നിങ്ങളുടെ വീടിന്റെ അലമാരയിൽ സേഫ് ലോക്കറിൽ അടച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത് എന്നത് ഒരു ദുരന്തമാണ്. ആ ദുരന്തം യഥാർത്ഥത്തിൽ നാട് പലപ്പോഴുമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മനുഷ്യനാണ്, നമ്മൾ ഹൃദയമുള്ളവരാണ് എന്ന് മറന്നു പോവുകയാണ്. നമ്മുടെ ഹൃദയമുള്ളവരാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കലാരൂപങ്ങളെല്ലാം തന്നെ. സിനിമ ഉൾപ്പെടെയുള്ള എല്ലാ വേദികളും നമ്മുടെ ഹൃദയമുള്ളവരാണ്, പരസ്പരം സംവദിക്കേണ്ടവരാണ്, പരസ്പരം സാംസ്കാരിക വിനിമയം ചെയ്യേണ്ടവരാണ് എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇ ബാബു അധ്യക്ഷനായി. സജീവ് കിളികുളം ചിത്രത്തെക്കുറിച്ച് വിശദീകരണം നടത്തി. ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമ വന്നപ്പോ എല്ലാവരും വിചാരിച്ചു ഇതുപോലെ കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് ആരും പിടിക്കില്ല, മോഹൻലാലിനെ പോലെ നർസിംഗ് അവിടെ കൊണ്ട് പിടിക്കില്ല. അപ്പൊ കേരളത്തിൽ അടുത്ത കാലത്തായി വന്നിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളുടെയും പത്ര റിപ്പോർട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ദൃശ്യ മോഡൽ കൊല. പോലീസ് ഓഫീസേഴ്സ് പറയും ദൃശ്യ മോഡൽ കൊല. അപ്പൊ അതില് വളരെ പ്രാഗൽഭ്യമുള്ള ഒരു പോലീസ് ഓഫീസർ എന്നോട് സംസാരിച്ചത് ഈ ദൃശ്യ മോഡൽ കൊല ചെയ്തുകൊണ്ട് രണ്ടാമത്തെ മണിക്കൂറിൽ ഞങ്ങൾക്ക് പ്രതികളെ പിടിക്കാൻ കഴിയുന്നതാണ്. അഭിനേതാക്കളായ ഉത്തമൻ, സുരേഷ് അരങ്ങ്, മുരളി, ആനന്ദകൃഷ്ണൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നിഖിൽ പിണറായി, നടി പാർവതി എന്നിവർ സംസാരിച്ചു. ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ സതീന്ദ്രൻ പിണറായിയെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഉത്തമൻ സ്വാഗതവും ചന്ദ്രൻ കെ നന്ദിയും പറഞ്ഞു. തുടർന്ന് നൃത്ത സംഗീത പരിപാടികളും അരങ്ങേറി. സജീവ് കിളികുളം നായകനും നിഷി ഗോവിന്ദ് നായികയുമായി അഭിനയിക്കുന്ന ചിത്രം ഉടൻ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. KSKTU തൃപ്പങ്ങോട്ടൂർ വില്ലേജ് കമ്മിറ്റി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്, ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത്. KSKTU തൃപ്പങ്ങോട്ടൂർ വില്ലേജ് കമ്മിറ്റി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. വിവിധ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം K കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. LDF ഗവൺമെന്റുകളാണ് ക്ഷേമ പെൻഷൻ കാലാകാലങ്ങളിൽ വർധനവ് വരുത്തി 1600 രൂപയിൽ എത്തിച്ചതും കൃത്യമായി വിതരണം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു.
കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭിച്ചാൽ അതൊരു വരുമാനമാണ്. നമ്മളൊരു വ്യവസായം തുടങ്ങുന്നു. ആ വ്യവസായം തുടങ്ങുന്ന സന്ദർഭത്തിൽ അതിന് വിനിയോഗിക്കുന്ന തുക, ആ തുകയിൽ നിന്ന് ഒരു വരുമാനമുണ്ടാകും. അങ്ങനെ വരുമാനമുണ്ടാകുന്ന ഇതിനെയാണ് നമ്മൾ പ്രത്യുൽപാദനപരമായിട്ടുള്ളത് എന്ന് പറയുന്നത്. പക്ഷേ കരുണാകരനും അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞിട്ടൊരു ഭാഗം, നമ്മൾ ഈ പ്രായം ചെന്ന കുഴിയിൽ കാല് നീട്ടിവെച്ചാൽ ഈ വയോജനങ്ങൾക്ക്, വൃദ്ധന്മാർക്ക് പെൻഷൻ കൊടുത്തത് കൊണ്ട് എന്താണ് കാര്യം, എന്താണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന ചോദ്യമാണ് അവർ അന്ന് ഉയർത്തിയത്. യൂണിയൻ വില്ലേജ് പ്രസിഡന്റ് AK അജയൻ അധ്യക്ഷനായി. സെക്രട്ടറി AK സുരേഷ് സ്വാഗതം പറഞ്ഞു. മുതിർന്ന കർഷക തൊഴിലാളി നേതാവ് എകരത്ത് നാണു പങ്കെടുത്തു. പാനൂർ ഉപജില്ല അണ്ടർ ഹോക്കി ടൂർണമെന്റിൽ മൊകേരി ഈസ്റ്റ് UP സ്കൂൾ ചാമ്പ്യന്മാരായി. പാനൂർ ഹോക്കി അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ പേരട്ട സ്വദേശി പുഷ്പ സന്തോഷാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. പാനൂർ ഉപജില്ല അണ്ടർ 14 ഹോക്കി ടൂർണമെന്റിൽ മൊകേരി ഈസ്റ്റ് UP സ്കൂൾ ചാമ്പ്യന്മാരായി. മുഹമ്മദ് BP, മുഹമ്മദ് റസീൻ, ശ്രേയാൽ രജീഷ്, ആലേഖ്, കെവിൻ ദാസ്, നൈനിക് അനിൽകുമാർ, PK ഷാരോൺ, അദീക്ഷിത്, സ്വാദിക്, യദുരാഗ്, ധാൻകൃഷ്ണ, ആരവ് പ്രഗീത്, ദിശാൻ ദീപ്, സൂര്യതാരക്, നികേത്, അൻവിത് തുടങ്ങിയ വിദ്യാർത്ഥികൾ ടീം അംഗങ്ങളായിരുന്നു. പാനൂർ ഹോക്കി അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ പേരട്ട സ്വദേശി പുഷ്പ സന്തോഷിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ പരിശീലനം നടത്തുന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പിണറായി വെസ്റ്റ് ബേസിക് UP സ്കൂൾ വിദ്യാരംഗം കലാവേദിയുടെ സഹകരണത്തോടെ C. മാധവൻ സ്മാരക വായനശാല ബാലവേദി
സംസ്ഥാന സിനിമ അവാർഡ് ജേതാവും ജനകീയ സിനിമയിലെ മുഖ്യ കഥാപാത്രവുമായ കൃഷ്ണനുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. തൻ്റെ അരനൂറ്റാണ്ട് കാലത്തെ നാടക അഭിനയത്തെക്കുറിച്ചും 20-ലേറെ സിനിമകളിൽ അഭിനയിച്ച സിനിമ അഭിനയത്തെക്കുറിച്ചും അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു. സംസ്ഥാന സിനിമാ അവാർഡ് ജേതാവും ജനകീയ സിനിമയിലെ മുഖ്യ കഥാപാത്രവുമായ കൃഷ്ണനുമായി കുട്ടികളുടെ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. പിണറായി വെസ്റ്റ് ബേസിക് UP സ്കൂൾ വിദ്യാരംഗം കലാവേദിയുടെ സഹകരണത്തോടെയാണ് സി മാധവൻ സ്മാരക വായനശാല ബാലവേദി പരിപാടി സംഘടിപ്പിച്ചത്. 79 വയസ്സായ കൃഷ്ണൻ തന്റെ അരനൂറ്റാണ്ട് കാലത്തെ നാടക അഭിനയത്തെക്കുറിച്ചും 20-ലേറെ സിനിമകളിൽ അഭിനയിച്ച സിനിമ അഭിനയത്തെക്കുറിച്ചും കുട്ടികളുമായി സംവദിച്ചു. കൂട്ടായ്മയിലൂടെ ഇങ്ങനെ ഒരു സംരംഭം, ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളത് ഞാനത് കേട്ടപ്പോൾ തന്നെ അത് അത്ഭുതപ്പെട്ടു. ആക്രി സാധനങ്ങൾ പറക്കിയും അച്ചാറ് ചാലഞ്ച് നടത്തിയും ബിരിയാണി ചാലഞ്ച് നടത്തിയും വീടുകളിൽ നിന്ന് പൊതിച്ചോറ് ശേഖരിച്ച് സിനിമാ പ്രവർത്തകർക്ക് നൽകിയുമൊക്കെ ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക പി ഷെഗില, സ്റ്റാഫ് സെക്രട്ടറി വി പ്രീത, കെ സനൽകുമാർ എന്നിവർ സംസാരിച്ചു. സിനിമാ പ്രവർത്തകർക്കുള്ള ഒരു ദിവസത്തെ ഭക്ഷണത്തിനായി സ്കൂൾ അധ്യാപകർ നൽകുന്ന തുക പ്രധാനാധ്യാപിക ജനകീയ സിനിമാ സംഘാടക സമിതി ഭാരവാഹികൾക്ക് കൈമാറി. MSS കടവത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ ശാക്തീകരണ ക്ലാസ് സംഘടിപ്പിച്ചു. 100ഓളം പ്രവർത്തകർ ക്ലാസ്സിൽ പങ്കെടുത്തു. MSS കടവത്തൂർ യൂണിറ്റ് നടത്തിയ കുടുംബ ശാക്തീകരണ ക്ലാസ് കാസിം മാസ്റ്ററുടെയും BV ടീച്ചറുടെയും നേതൃത്വത്തിൽ ഡോക്ടർ അബൂബക്കറുടെ ഭവനത്തിൽ നടന്നു. വനിതാ വിംഗ് പ്രസിഡന്റ് സൗദ ടീച്ചർ അധ്യക്ഷയായി. BV ടീച്ചർ, കാസിം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. MSS വനിതാ വിംഗ് നേതാക്കളായ KV റംല ടീച്ചർ, ഷബാന, സഹല, ജസീല, മുനീറ, ഹസീന, ഫൗസിയ, MSS നേതാക്കളായ ഹുസൈൻകുട്ടി മാസ്റ്റർ, AK മുസ്തഫ, അബ്ദുൾ സമദ് നാസർ, എടക്കുടിയിൽ അലി കുയ്യാലിൽ എന്നിവർ പങ്കെടുത്തു. PK മുസ്തഫ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. അവിടെ ഇവിടെ ആക്കണം, അല്ലെങ്കിൽ അവിടെ ആക്കണം, എത്ര പണയെങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ടെങ്കിലും നമ്മളെല്ലാം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഫാമിലിയാണ്, അതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ എന്തെങ്കിലും ഒരു കറക്ഷൻ നമ്മൾ വരുത്താറുണ്ട. അങ്ങനെ ജീവിച്ചു പോകാം അല്ലെ. അപ്പൊ അങ്ങനെയല്ല, അത് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാക്കിട്ട് മാറ്റാം. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രാങ്കണത്തിൽ പാനൂരിലെ സംഗീത അധ്യാപിക സിൻഷാദ് ധവനീഷിന്റെ വയലിൻ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. സംഗീതാർച്ചനയും നടന്നു.
നാടൻ രുചിക്കൂട്ടുകളുമായി വില്ലേജ് കഫേ മൊകേരി മുത്താറുപേടികയിൽ പ്രവർത്തനം ആരംഭിച്ചു. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ മാനേജർ RK നാണു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ മാനേജർ RK നാണു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മൊകേരി റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വെജ്, നോൺ വെജ് വിഭവങ്ങൾ പരിചയസമ്പന്നരായ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കുന്നത്. ദോശ, ഇഡ്ഡലി, വട, പൂരി മസാല തുടങ്ങിയവയും ലഭ്യമാണ്. നാടൻ രുചിഭേദങ്ങളാണ് ഇവിടെ ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഓർബിറ്റ് ഇലക്ട്രോണിക്സ് സെയിൽസ് ആൻഡ് സർവീസിന്റെ നവീകരിച്ച ഷോറൂം കടവത്തൂർ മുണ്ടത്തോട് റോഡിൽ ജുമാ മസ്ജിദിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മൈത്രി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. മൈത്രി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പതിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് ഓർബിറ്റ് ഇലക്ട്രോണിക്സ് സെയിൽസ് ആൻഡ് സർവീസ് നവീകരിച്ച പുതിയ ഷോറൂമിലേക്ക് പ്രവർത്തനം ആരംഭിച്ചത്. സോളാർ, ഇൻവെർട്ടർ, ബാറ്ററി മുതലായ എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും സെയിൽസ് ആൻഡ് സർവീസ് ഇവിടെ ലഭ്യമാകും. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരുടെ നിലപാടെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കപട നിലപാടിനെ ചൂണ്ടിക്കാണിക്കാനുള്ള രാഷ്ട്രീയ ദൗത്യമാണ് UDFന്റേതെന്നും VD സതീശൻ. CPM മതസാമുദായിക സംഘടനകളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം കർമ്മം കൂടി നോക്കണമെന്ന് KC വേണുഗോപാൽ MP. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും KC. CPM പ്രവർത്തകൻ ചിറ്റാരിപ്പറമ്പിലെ ഓണിയൻ പ്രേമനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. വിധി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടേത്. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷത്തിന് ഒക്ടോബർ 5 കൊടിയേറും. കൊടിയേറ്റം റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കരക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.